എത്തുന്നതിന് മുന്നേ ഈ ബീച്ചും പൂളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് ചെറായിലുള്ള കൊട്ടാരം ഹെറിറ്റേജിലേക്കാണ് കേട്ടോ. എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. പക്ഷെ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. നമ്മുടെ പഴയ കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന പഴയ രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഇല്ലേ, അതേപോലുള്ള ഒരു വൈബാണ്. വൈകുന്നേരം ഒരു ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ബീച്ചൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എപ്പോഴും കാണുന്ന ചെറായി ബീച്ചിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു. പിന്നെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ എത്ര ഭംഗിയാണെന്ന് നോക്കി. അതുപോലെ തന്നെ പണ്ടൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ തല കുനിച്ചൊക്കെ വെച്ച് കയറില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ. പക്ഷെ തല മുട്ടാതെ സൂക്ഷിക്കണം കേട്ടോ, കാരണം എന്റെ തല 2-3 തവണ മുട്ടിയത്. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ രസവും സാമ്പാറൊക്കെ ആലോചിച്ചിരുന്നിട്ടാന്ന് തോന്നുന്നു നമ്മുടെ വയറ്റിൽ നിന്ന് വിളി വരാൻ തുടങ്ങി. നമ്മളങ്ങനെ പതിയെ കടലൊക്കെ കണ്ട് നടന്ന് അങ്ങനെ ഒരു ചായക്കട കണ്ടു. അങ്ങനെ ചായ കുടിച്ച് കടലൊക്കെ കണ്ട് സംതൃപ്തി അടഞ്ഞാണ് നമ്മൾ തിരിച്ച് ഹെറിറ്റേജിലേക്ക് കയറി. തിരിച്ചു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് അടുത്ത വിളി വരാൻ തുടങ്ങി. പക്ഷെ അതിന് മുന്നായിട്ട് നമ്മളൊന്ന് പൂൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാന്ന്. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ഈ പൂളിൽ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്യുന്നതിൽ പരം ഏറ്റവും വലിയ സന്തോഷം വേറെ എന്താണ്. അങ്ങനെ സ്വിമ്മിംഗ് അറിയാത്തവരെ പൂളിൽ സ്വിമ്മിംഗ് പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പൂളിൽ നിന്ന് കയറിയത്. പൂളിൽ നിന്ന് കയറി കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പൂന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. രാത്രി നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഉറങ്ങിയതിന് ശേഷം ഞാൻ രാവിലെ ഒരു 3 മണിയൊക്കെ എഴുന്നേറ്റിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കുളിച്ചു. അപ്പൊ നോക്കിയാൽ എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാരും എണീക്കുന്നത് വരെ ഞാൻ ബീച്ചൊക്കെ കണ്ട് അവിടെ ഇരുന്ന് നേരം വെളുപ്പ്. 3 മണിക്ക് എഴുന്നേറ്റ് തലയും മേലൊക്കെ കുളിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കാൻ എനിക്ക് വട്ടാണെന്നായിരിക്കും ചിന്തിക്കുന്നല്ലേ. അതെ, കുറച്ച് വട്ടം കേട്ടോ. അപ്പൊ നമുക്ക് ഈ റിസോർട്ട് സജസ്റ്റ് ചെയ്തത് ട്രാവൽ എന്ന് പറഞ്ഞ മാനേജ്മെന്റ് കമ്പനി. അപ്പൊ റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.